ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളുവിനെ കണ്ടുപിടിക്കാനായിട്ട് മഹിയും ഗംഗയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഗംഗയാണെങ്കിൽ ഗൗരിയെ വിളിക്കുന്നുണ്ട് മാളുവിനെ രക്ഷിക്കാൻ വേണ്ടി. ശേഷം കാണിക്കുന്നത് മാളുവിനെയാണ്. മാളു ഓടി ഓടി തളർന്നു നിൽക്കുകയാണ്. മാളു ഇപ്പോൾ സ്വയം പറയുന്നുണ്ട്, ഗംഗയും അച്ഛനും എന്നെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ, എൻ്റെ അടുത്തൂടെ വന്നിട്ട് അവർക്ക് എന്നെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു. പെട്ടെന്നൊരു യാചകനാണെങ്കിൽ മാളുവിനെ കാണുന്നുണ്ട്. മാളുവിനെ കാണുമ്പോൾ മോളേന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലുന്നു. മാളു അപ്പോൾ അയാളെ കാണുമ്പോൾ പേടിച്ചോടുകയാണ്. മാളു ഒരു മരത്തിന്റെ പുറകിൽ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ വഴി തെറ്റി വേറെ വഴിക്ക് പോകുന്നുണ്ട്. മഹി പോലീസുകാരനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മാളുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ. പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ തന്നെ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. മാളു ആണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പൈപ്പിന്റെ ചോട്ടിൽ പോയി വെള്ളം പിടിച്ചു കുടിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നകുൽ വന്നിട്ട് മാളുവിനെ പിടിക്കുന്നു. നകുലാണെങ്കിൽ മാളുവിനെയും കൊണ്ട് ഒരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. അതാണെങ്കിൽ അതുവഴി വന്ന രണ്ടുപേർ കാണുന്നുണ്ട്. അവർ പക്ഷെ മാളുവിനെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല. ആ കാട്ടിൽ വലിയ വിഷമുള്ള പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും പോകുന്നു. മാളു ബഹളം വെക്കുന്നുണ്ട്, എന്നെ വിടാനെന്നൊക്കെ പറഞ്ഞിട്ട്. നകുലാണെങ്കിൽ മിണ്ടാതിരിക്കെന്നൊക്കെ പറഞ്ഞിട്ട് മാളുവിനെ വഴക്ക് പറയുന്നു. മാളു പെട്ടെന്ന് നകുലിനെ കടിക്കുന്നുണ്ട്. അങ്ങനെ നകുലിന്റെ കയ്യിൽ നിന്നും മാളു രക്ഷപ്പെട്ട് വീണ്ടും ഓടുന്നു. പോലീസുകാരൻ മഹിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കാട്ടിലേക്ക് ഒരു കുട്ടിയും കൊണ്ട് ഒരാൾ പോയിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് മാളുവായിരിക്കും, നിങ്ങളും അവിടേക്ക് വന്നേക്കാനെന്നൊക്കെ പറയുന്നു. പോലീസുകാരും മഹിയും ഗംഗയും എല്ലാവരും കാട്ടിലേക്ക് പോവുകയാണ് മാളുവിനെ തപ്പി. എല്ലാവരും എല്ലാ സ്ഥലത്തും തേടിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ നകുൽ വീണ്ടും മാളുവിനെ പിടിക്കുന്നു. മാളു ബഹളം വെക്കുന്നുണ്ട്, അച്ഛാ ഗംഗ എന്നെ രക്ഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. നകുലിനോടാണെങ്കിൽ എന്നെ വിടടാന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു. മാളു നകുലും തമ്മിലുള്ള പിടിവലിയിലാണെങ്കിൽ മാളു പെട്ടെന്നാണെങ്കിൽ ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. ഒരുപാട് ആഴത്തിലുള്ള ഒരു കുഴിയിലേക്കാണ് വീഴുന്നത്. അവിടെയാണെങ്കിൽ ഒരു വള്ളിയിൽ തൂങ്ങി മാളു കിടക്കുന്നു. താഴെയാണെങ്കിൽ വെള്ളവും ഒരു പാമ്പും ഉണ്ടായിരുന്നു. മാളു ആണെങ്കിൽ ശരിക്കും പേടിച്ചു പോകുന്നുണ്ട്. മാളു ആണെങ്കിൽ ഉറക്കെ കരയുന്നുണ്ട്, അച്ഛാ ഗംഗയെ രക്ഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. മഹി അപ്പോൾ പറയുന്നുണ്ട്, അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അതേ സമയത്ത് തന്നെ നകുൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. റോഡിലേക്ക് വന്നിട്ട് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന ബൈക്കുകാരനെ നിർത്തിയിട്ട് ആ ബൈക്ക് ആണെങ്കിൽ തട്ടിപ്പറിച്ചു വാങ്ങി ഓടിച്ചു പോകുന്നു. വണ്ടിയുടെ ഉടമയാണെങ്കിൽ പോലീസുകാരന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഒരുത്തനാണെങ്കിൽ ഈ കാട്ടിൽ നിന്നും ഓടി വന്നിരുന്നു, എന്റെ വണ്ടിയും തട്ടിപ്പറിച്ചുകൊണ്ട് അവൻ ഓടിച്ചു പോയെന്നൊക്കെ പറയുന്നു. പോലീസുകാരൻ അപ്പോൾ മഹിയോട് പറയുന്നുണ്ട്, അവൻ തന്നെയായിരിക്കും കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നത്, അവൻ എവിടെയാണ് മോളെ ഒളിപ്പിച്ചേക്കുന്നതെന്ന് അവനോട് ചോദിച്ചാൽ അറിയാം, എന്തായാലും ഞങ്ങൾ അവനെ ഫോളോ ചെയ്ത് പോവുകയാണെന്നൊക്കെ പറയുന്നു. മഹിയോടും ഗംഗയോടും ഇവിടെ തന്നെ നിന്ന് അന്വേഷിക്കാനെന്നൊക്കെ പറയുന്നു. പോലീസുകാരാണെങ്കിൽ നകുലിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹിയും ഗംഗയും ആണെങ്കിൽ കാട് മൊത്തം തേടുകയാണ് മാളുവിനെ. മാളു ആണെങ്കിൽ ഒരുപാട് സൗണ്ടിൽ കരയുന്നുണ്ട്, എനിക്കാണെങ്കിൽ പേടിയാകുന്നു, പാമ്പുണ്ട്, ഗംഗ അച്ഛ എന്നെ രക്ഷിക്കെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയുന്നു. മാളു അമ്മയെ വിളിച്ചും ഒരുപാട് കരയുന്നുണ്ട്, എന്നെ രക്ഷിക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേ സമയത്ത് തന്നെ ഗൗരിയെ തളച്ചു വെച്ചിരിക്കുന്നതും കാണിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്